അസ്സലാമു അലൈക്കും ഹായോൾ. അപ്പോൾ ഇന്നത്തേത് ക്ലീനിങ് വീഡിയോ ആണ്. നമ്മുടെ കിച്ചണിന് നന്നായിട്ടൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ ഇറങ്ങിയതാണ്. അപ്പോൾ കിച്ചണിൽ അത്യാവശ്യമുള്ള അൽക്കുലത്ത് സാധനങ്ങളെല്ലാം ഇപ്പുറത്തെ ഷോ കിച്ചണിലേക്ക് ഫസ്റ്റ് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും കിച്ചണിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണ്ടാവും. കാരണം ഞാനിപ്പോൾ ആ ഒരു കിച്ചണ് മാറാല അടിച്ചിടുന്നുണ്ട്. അപ്പം മേലേന്ന് പൊടികളൊക്കെ താഴത്ത് വീഴുന്നുണ്ട്. നമ്മൾ A to Z കാര്യങ്ങൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഇപ്പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാനിപ്പോൾ അമ്മിക്കല്ലും ആ ഒരു ഗ്യാസ് സ്റ്റോപ്പ് മാത്രമേ കൗണ്ടർ ടോപ്പിൽ ഇപ്പോൾ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായി 1 by 1 ആയിട്ട് കറക്റ്റായിട്ട് ഡീപ്പായിട്ട് ഇങ്ങനെ മന്ത്ലി ക്ലീൻ ചെയ്താലേ നടക്കുകയുള്ളൂ. ഇപ്പോൾ ഞാൻ 4 മന്ത് നമ്മുടെ ആ ഒരു ബറാത്തിന് ക്ലീൻ ചെയ്തതാണ്. അതിന് ശേഷം കേട്ടോ ഇപ്പോൾ ക്ലീൻ ചെയ്യുന്നത്. അതിനിടയിൽ ഭയങ്കര തിരക്കേനു, എനിക്ക് ചിന്തിക്കാൻ പോലും സമയം കിട്ടാത്ത തിരക്കേനു. ഞാൻ കാണുന്നില്ല ശരിക്കും പറഞ്ഞാൽ ആ തിരക്കിനിടയിൽ എൻ്റെ ചുറ്റുപാട് ഇങ്ങനെ വൃത്തികേടായിട്ടെന്നുള്ളത് ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാതെ ആയപ്പോഴാണ് ഈ കോലത്തിലായത്. ഫസ്റ്റ് തന്നെ പാത്രങ്ങളെല്ലാം അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. പാത്രങ്ങൾ തിരക്കിനിടയിൽ നമ്മൾ വലിച്ചു വാരി അങ്ങ് വെക്കുമല്ലോ, അങ്ങനെ വെച്ചാൽ ഭയങ്കര പണിയാണ് പിന്നെ അതൊന്ന് ഒതുക്കി വെക്കാനായിട്ട്. അപ്പോൾ മാക്സിമം നമ്മൾ വെക്കുന്ന സമയത്ത് തന്നെ ഒതുക്കി വെക്കാൻ നോക്കുക. ഞാൻ തിരക്കിനിടയിൽ ഈ അടുത്തായിട്ട് എങ്ങനെയെങ്കിലും അങ്ങ് വെച്ചിട്ട് പോക്കായിരുന്നു പതിവ്. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്ത് അതിൻ്റെ ഉൾഭാഗമൊക്കെ തുടച്ച് പാത്രങ്ങളൊക്കെ കറക്റ്റ് പൊസിഷനിൽ വെച്ചു. പിന്നെന്താണ് നമ്മുടെ മൈദ, പഞ്ചസാര, അരിയൊക്കെ ഇട്ട് വെക്കുന്ന പാത്രങ്ങൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് അവിടെയും തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പാത്രങ്ങളൊക്കെ നമ്മൾ തുടച്ചിട്ട് തിരിച്ച് വെക്കുമ്പോൾ അതേപോലെ തന്നെ നല്ലോണം തുടച്ചിട്ട് തന്നെ പാത്രങ്ങളും പുറംഭാഗമൊക്കെ തുടച്ചിട്ട് വെക്കണം കേട്ടോ. ഇത്രയും പൊടി അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പാത്രങ്ങളിപ്പോൾ പഞ്ചസാര തീർന്നാൽ, മൈദ തീർന്നാൽ ഞാൻ ചെയ്യുകയെന്ന് പറഞ്ഞാൽ അത് ആ ഒരു തീർന്ന സമയത്ത് തന്നെ നമ്മൾ എന്താക്കണോ കഴുകി വൃത്തിയാക്കി ഉണക്കിയിട്ട് രണ്ടാമത് ഞാൻ റീഫില്ല് ചെയ്യുള്ളൂ. അല്ലാണ്ട് പിന്നെ ആ ഒരു പാത്രത്തിനെ വീണ്ടും വീണ്ടും ഇട്ട് വെക്കുന്ന പതിവ് എനിക്കില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ പാത്രങ്ങളൊന്നും അങ്ങനെ വൃത്തികേടായിട്ടില്ല കേട്ടോ. നമ്മൾ കുറേ കാലം ഇങ്ങനെ ഒരേപോലെ എപ്പോഴും സ്റ്റോർ ചെയ്ത് വെച്ചാൽ വല്ലാണ്ട് അങ്ങ് മുഷിഞ്ഞു പോകും. അപ്പോൾ ഉൾഭാഗമൊക്കെ അത്ര നല്ലതല്ല. പഞ്ചസാരയാലും ആട്ടയാലും മൈദയൊക്കെ സൂക്ഷിക്കുന്ന പാത്രങ്ങൾ എപ്പോഴും ഒരു ഈർപ്പം ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഒന്ന് കഴുകി ഉണക്കണം കേട്ടോ. ഞാനൊരു മഴ വരുന്നതിൻ്റെ മുമ്പ് തന്നെ പാത്രങ്ങൾ എപ്പോഴും മഴയായാൽ പോലും ഞാൻ റീഫില്ല് ചെയ്യണമെങ്കിൽ എന്തായാലും കഴുകി വൃത്തിയാക്കിയാൽ മാത്രമേ അങ്ങനെ ചെയ്ത് വെക്കലുള്ളൂ. പിന്നെ ചട്ടി വെക്കുന്ന സൈഡ് എപ്പോഴും ചെറുതായിട്ടൊരു പൂപ്പലും കാര്യങ്ങളും ഉണ്ടാവും. എത്ര ശ്രദ്ധിച്ചിട്ട് വിട്ടാൽ എനിക്ക് ആ ഒരു പൂപ്പൽ മാറി കിട്ടുന്നൊന്നുമില്ല. ഇപ്പം മാറ്റിൽ വെച്ചതിന് ശേഷം ഒരു പരിധിവരെ കുറവുണ്ട്. എന്നാലും കംപ്ലീറ്റ് ആയിട്ടൊന്നും ആ ഒരു ചട്ടിക്കുള്ളിൽ പൂപ്പൽ വരുന്നതിനൊരു പരിഹാരം എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. പല കാര്യങ്ങളും ചെയ്ത് നോക്കി. പക്ഷേങ്കിൽ ഞാൻ ചട്ടി എല്ലായ്പ്പോഴും കറി ഉണ്ടാക്കുന്ന ചട്ടി എടുക്കും. പക്ഷേ നമ്മൾ ചോറുണ്ടാക്കുന്ന എക്സ്ട്രാ ചട്ടികൾ വരുമല്ലോ, അതൊക്കെ പൂപ്പൽ വരുന്നുണ്ട്. വരാണ്ടൊന്നുമില്ല. എന്നാലും ഒരു പരിധിവരെ മാറ്റി വിരിച്ചത് കൊണ്ട് കുറവുണ്ട്. പിന്നെ അതും ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് കൂറയുടെ ശല്യം ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കൂറ മുട്ട അവിടെ ഇവിടെ ചുമരിലൊക്കെ വരഞ്ഞ് വെക്കും കേട്ടോ. അതിനുശേഷം അങ്ങനെയില്ല, എന്നാൽ ഇടയ്ക്കിടയ്ക്ക് കൂറകളുണ്ട്. അതും ഇത്രയും നമ്മൾ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ്. തീരെ നമ്മൾ കിച്ചൻ്റെ കബോർഡ് തുറന്ന് നോക്കുന്നില്ലെങ്കിലും ഇതേപോലെ എല്ലാം എടുത്ത് തുടച്ച് വെക്കുന്നില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ചെതൽ, അല്ലെങ്കിൽ കൂറ, പാറ്റി, വല്ലി എന്നൊക്കെ പറഞ്ഞാൽ അനാവശ്യ സാധനങ്ങൾ കയറി ആകെ വൃത്തികേടായി പോകട്ടെ. സ്പൂൺ വെക്കുന്ന ഇന്ന് ഞാൻ മഴയാത് കാരണം തേച്ച് കഴുകുന്നില്ല. നല്ലപോലെ തുടച്ചിട്ട് വീണ്ടും സ്പൂൺ അതേപോലെ എടുത്ത് വെക്കട്ടെ ചെയ്യുന്നത്. സാധാരണ വെയിലുള്ള സമയമാണെങ്കിൽ ഇത് നല്ലപോലെ എടുത്ത് പുറത്തെടുത്ത് നല്ലോണം സ്പോഞ്ചിട്ട് കഴുകിയിട്ട് ഉണക്കിയിട്ട് തിരിച്ച് വെക്കുക കേട്ടോ ചെയ്യൽ. എൻ്റെ കഴിഞ്ഞ ക്ലീനിങ് വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടാവും ഇത് ഞാൻ ഫുള്ളായിട്ട് കഴുകുന്നത്. അപ്പോൾ ഇന്നിത് തുടച്ചിട്ട് റീഫില്ലാക്കിയിട്ട് അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട്. പൊള്ളോട്ടും അങ്ങനെ തന്നെ ഓരോ ആ സ്റ്റീൽ ബാറും നമ്മൾ തുടച്ചെടുക്കണം കേട്ടോ. അതിനൊക്കെ മാറാല പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു പുള്ളോട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതേപോലെ പ്ലേറ്റ് വെക്കുന്ന നമ്മുടെ ആ ഒരു സ്റ്റാൻഡും ഉണ്ടാവുമല്ലോ, അതും ഓരോ പിന്നെ സ്റ്റീൽ ബാറും നമ്മളിങ്ങനെ നന്നായിട്ട് തുടച്ചെടുക്കണം. നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, ഇപ്പം ഇല്ല, ഓള് നിലത്തും നിലയിലും അല്ല നിൽക്കുന്ന ഓൾക്ക് ഭയങ്കര കിബ്രാന്ന്. അതേപോലെ നിങ്ങൾ എന്നെ കൂടെ കിബ്രാന്ന് പറയണ്ട. ഞാനിപ്പോൾ എയറിലല്ല ഉള്ളത്. സത്യം പറയാം, ഭയങ്കര കഷ്ടപ്പെട്ടാണ് ഇവിടെ കയറി എന്നിട്ട് ഞാനിത് തുടച്ചെടുക്കുന്നത്. എനിക്കേ അറിയുള്ളൂ ഞാനെങ്ങനെ ഇതിൻ്റെ മേലെ കയറി എന്നുള്ളത്. ഭയങ്കര എനിക്ക് പണ്ട് മുതലേ അങ്ങനെ ഹൈറ്റിൽ കയറിക്കാനുള്ള കുറച്ച് പാടാണ്, കുറച്ച് പേടിയും കൂടുതലാണ്. പക്ഷേ എങ്ങനെയൊക്കെ കയറി നിന്ന് നമുക്കിത് വൃത്തിയാക്കിയല്ലേ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഒരു ഹെൽപ്പിന് ഒരാളെ വെച്ചാൽ അവർ നമുക്ക് കഴിയില്ല ഇതിൻ്റെ മേലെ ഒന്ന് കയറിയിട്ട് ക്ലീൻ ചെയ്യാനെന്ന്. പിന്നെ അതിനെ കൊണ്ട് കാര്യമില്ല. പിന്നെ നമ്മൾ തന്നെ മെനക്കെട്ട് ഇറങ്ങാമെന്നല്ലാണ്ട്. പിന്നെ ഇതുവരെ എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് കൂറ വല്ലാതെ അങ്ങ് പെരുകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയും മെയിൻ്റെനൻസ് ചെയ്യുന്നതുകൊണ്ടാണ്. അത് പിന്നെ വെറുതെ നമ്മളൊരു അലസത കാരണം, ഒരു മടി കാരണമൊന്നും അതങ്ങ് പോയിപ്പോണ്ടാ. പിന്നെ നമ്മൾ കബോർഡ് നല്ല നീറ്റായിട്ട് നോക്കിയിട്ടില്ലെങ്കിൽ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചെതൾ, പല്ലി, പറ്റ, കൂറ എന്ന സാധനങ്ങളൊക്കെ വന്ന് പെരുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മന്ത്ലി കഴിയുമെങ്കിൽ മന്ത്ലി തന്നെ കിച്ചൺ കബോർഡ് ക്ലീൻ ചെയ്യണം. അല്ലെങ്കിൽ 2 മന്ത് മസ്റ്റാണ്. ഇതിപ്പോൾ ഞാൻ 4 മന്തിന് ശേഷമാണ് ക്ലീൻ ചെയ്യുന്നത്. അതുകൊണ്ട് നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഞാൻ മണിക്കൂറുകളോളം ചെയ്ത ജോലിയാണ് കുറച്ച് സമയത്തിനുള്ളിൽ നിങ്ങളെ മുന്നിലെത്തുന്നത്. അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫാനൊന്നും നമുക്ക് ആ ഒരു പൊടിമുട്ടുന്ന സാധനം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് വരില്ല. കാരണം നല്ലോണം എണ്ണമയുണ്ട് ഫാൻ. കാരണം എപ്പോഴും നമ്മൾ ഫ്രൈ ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നതല്ലേ. ആ ഒരു ഇതുകൊണ്ട് തന്നെ
നല്ല പോലെ ഞാൻ ആദ്യം തുടച്ചെടുത്ത് പിന്നെ ഷാമ്പൂ ഇട്ട് തുടച്ചെടുത്ത് എന്നിട്ടും പോയിട്ട് സാധാരണ നമ്മൾ പാത്രം കഴിയുന്ന വിം ലിക്വിഡ് കുറച്ച് ആ ഒരു ക്ലോത്തിലാക്കിയിട്ട് എന്നിട്ട് തുടച്ചിട്ടൊക്കെയാണ് ഈ ഒരു ഫാനിനെ ഞാൻ എണ്ണമയം പോക്കിയത്. കാരണം മന്ത്ലി ഞാനിങ്ങനെ ഫാന് തുടക്കുമ്പോൾ എനിക്ക് അത്ര ബുദ്ധിമുട്ടില്ലേനും ഫാന് ഞാൻ അല്ലെങ്കിൽ ഒരു 2 മാസം മുന്നേ തുടച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. കാരണം ബാക്കിയൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ഫാന് മേലെ കച്ചറ പെട്ടെന്ന് കണ്ടാൽ നമ്മളൊന്ന് തുടച്ച് പോകുമല്ലോ, അങ്ങനെ തുടച്ച് പോയിട്ടുണ്ട്. പിന്നെ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഫ്ലോർ അടിച്ച് വരുന്നത്. പിന്നെ എല്ലാ പൊടികളും മേലെ നിന്നുള്ള പൊടികളൊക്കെ താഴത്തെത്തിയല്ലോ, ഇനി തുടക്കാമല്ലോ, അല്ല അടിച്ച് വാരി എടുക്കാമല്ലോ. അങ്ങനെ ഒക്കെ അടിച്ച് വാരി എടുത്തിട്ട് നമുക്ക് കിച്ചൻ്റെ വോൾ ടൈല് ഒട്ടിച്ച ആ ഒരു സ്ഥലങ്ങളൊക്കെ തുടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ തുടക്കുന്നത് നമുക്ക് ഇറങ്ങി കിട്ടാനാണ് മടി. എൻ്റെ കാര്യം അങ്ങനെയാണ്, എനിക്ക് ഇറങ്ങി കിട്ടാനാണ് മടി. പിന്നെ മക്കളിങ്ങനെ വിളിച്ചു കൊടുക്കും, എൻ്റെ കഴിഞ്ഞില്ലേ മതി 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 നിർത്തിക്കോ കയറിക്കോ നിങ്ങൾ നമ്മളിങ്ങനെ പുഷ് ചെയ്യണം, എന്നാലേ എനിക്കത് സ്റ്റോപ്പ് ചെയ്യാൻ തോന്നുള്ളൂ. അല്ലെങ്കിൽ ഞാനിങ്ങനെ വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ ലാസ്റ്റ് കൈവേദന ഒരു സൈഡാവുകയും ചെയ്യും. അപ്പോൾ ഇത്രയും പൊടികൾ ക്യാബിനറ്റിൻ്റെ ആ ഒരു ഉള്ളിലൊക്കെ പോയി നിൽക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നല്ലോണം ഷാമ്പു വാഷ് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, വുഡല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലപോലെ ഷാമ്പൂലൊക്കെ വാഷ് ചെയ്യാം. ഞാനിത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യമേ അവരുടെ അടുത്ത് ചോദിച്ച കാര്യമാണ്. കാരണം നമ്മുടെ വർക്കിംഗ് കിച്ചൺ ആകുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ വുഡൻ വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. ഇതാകുമ്പോൾ നല്ലപോലെ ഷാമ്പു വാഷ് ചെയ്ത് പിന്നെ നല്ലപോലെ തുടച്ചെടുക്കാം. 2-3 പ്രാവശ്യം തുടച്ചെടുക്കണമെന്നേ ഉള്ളൂ. നല്ല ഡ്രൈ ആയതുകൊണ്ട് ലാസ്റ്റ്ലി ഒന്ന് തുടച്ചെടുത്താൽ നല്ല ഫിനിഷിങ് കിട്ടും. നമ്മളെ ഫേസ് ശരിക്കും അതിലിങ്ങനെ കാണുന്ന പോലെ അത്രയും തിളങ്ങി കിട്ടും കേട്ടോ. ആ ഒരു സുഖം ഒന്ന് പ്രത്യേക സുഖമാണ്. ഒക്കെ ക്ലീൻ ചെയ്തിട്ട് നമ്മളിങ്ങനെ ആ ഒരു ഡോറിൻ്റെ ഒക്കെ ഒരു തിളക്കം കിട്ടുമ്പോൾ ആ ഒരു കിച്ചനും ആ ഒരു കാര്യങ്ങളും മന്ത്ലി ചെയ്യുമ്പോൾ നമുക്ക് ആര് വന്നാലും ഒരു ഗസ്റ്റ് വന്നാലും നമ്മളെ കിച്ചൺ ഒരിക്കലും ഒരു പിന്നെ ബോറായിട്ടോ അല്ലെങ്കിൽ ഒരു വൃത്തികേടായിട്ടോ ഒന്നും തോന്നൂല. ഇപ്പോൾ ജോലിക്കെല്ലാം പോകുന്ന ഒരാളാണ് സെക്കൻഡ് സാറ്റർഡേ ഒരു സൺഡേ ഒക്കെ സെലക്ട് ചെയ്തിട്ട് ചെയ്യുക. അവരെ കാര്യമാണ് കഷ്ടം കേട്ടോ. ഒരു ഡേ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊക്കെ പിന്നെ ഏതെങ്കിലും ഡേ ഒന്ന് അഡ്ജസ്റ്റ് ആക്കിയിട്ട് ചെയ്യാം. പക്ഷേ മടി കാരണമാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഗ്യാസ് സ്റ്റൗവിൻ്റെ ആ ഒരു മേലെ എനിക്കൊരു ജനൽ വരുന്നുണ്ട്, അതിൻ്റെ മേലെ ഒരു ലൈറ്റ് വരുന്നുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ അവിടെയൊക്കെ എണ്ണമായ ഇങ്ങനെ നല്ല പോലെ ഉണ്ട്. അതൊക്കെ തുടച്ചെടുക്കാൻ നല്ലപോലെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് തുടച്ചെടുക്കുന്നത്. അതേപോലെ ട്യൂബ് ലൈറ്റിൻ്റെ ഒക്കെ മേലെ ഇങ്ങനെ എണ്ണമയം പോയി നിന്നിട്ട് അതിലേക്ക് പൊടി വന്ന് നിന്നിട്ട് ഒരു കറുത്ത കുത്തു പോലെ വന്ന് നിന്നിട്ട് അതൊക്കെ ഷാമ്പു വാഷ് ചെയ്ത് നന്നായിട്ട് തുടച്ചെടുത്ത് പിന്നെ ഈ ഒരു ജനലിൻ്റെ ആ ഒരു ഫുള്ളി എണ്ണയാണ്. എണ്ണ എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്ന ഫ്രൈ ചെയ്യുന്ന എണ്ണ മൊത്തം അതുമല്ല പോയി നിൽക്കുന്നത്. നമ്മൾ എയർ വലിച്ചെടുക്കുന്ന ആ ഒരു സംഭവമൊന്നും ഫിറ്റാക്കിയിട്ടില്ല. അതൊക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ എനിക്ക് തോന്നി ഇത്രത്തോളം എണ്ണ കിച്ചണിൽ അവിടെ പോയി നിൽക്കില്ല. ആ ഒരു സിസ്റ്റം ഞാൻ ചെയ്തിട്ടില്ല. ഇൻഷാ അള്ളാ എൻ്റെ കിച്ചണിൽ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ എത്രത്തോളം എണ്ണമയം പോകുമെന്നുള്ള അറിയില്ല. ചില ആൾക്കാർ ഞാനത് ഫിറ്റാക്കിയ ആൾക്കാരത്തൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ആ ഒരു സമയത്ത് വലിച്ചെടുക്കുന്നുണ്ട്, എന്നാലും കിച്ചൻ്റെ കബോർഡൊക്കെ എണ്ണമയം തുടക്കമൊക്കെ നമുക്കുണ്ട് എന്നാണ് ഞാൻ എൻ്റെ കസിൻസിനൊക്കെ ചോദിച്ചപ്പോൾ പറയുന്നത്. ഇനിയിപ്പോൾ ഇൻഷാ അള്ളാ ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയൊന്നും വെച്ച് നോക്കണം. കാരണം ഇത് ഭയങ്കര കഷ്ടപ്പാടാണ്. പിന്നെ അവിടെ ഇവിടെയും ഈ എണ്ണ ഒക്കെ പോയി നിന്നിട്ട് ഇനിയിപ്പോൾ ഈ ഒരു ടൈലും ഇതേപോലെ തന്നെ നല്ലപോലെ ഞാൻ ലിക്വിഡാക്കിയിട്ട് തുടച്ചെടുക്കുന്നുണ്ട്. ഓരോ സൈഡും ആദ്യം നല്ലപോലെ ലിക്വിഡാക്കി തുടച്ചെടുത്തതിന് ശേഷം വീണ്ടും ഒരു 3-4 പ്രാവശ്യം നമ്മുടെ ക്ലോത്ത് പിഴിഞ്ഞ് തുടച്ച് ആ ഒരു നീറ്റാക്കി കൊണ്ടുവരണം കേട്ടോ. കൈ നല്ലോണം വേദനയൊക്കെ സ്റ്റാർട്ട് ചെയ്യും നമുക്ക് ഈ ഒരു സമയത്ത്. പക്ഷേങ്കിൽ ഞാനിങ്ങനെ ഒറ്റക്കാട്ട് ഇത് മൊത്തം ചെയ്തത് ഒറ്റക്കാണ്, ആരുമില്ല, മക്കൾ ഹെൽപ്പിനൊന്നും ഇല്ല ഇന്ന്. പക്ഷേങ്കിൽ വീട്ടിൽ നമ്മൾ തനിച്ചുള്ളപ്പോൾ ഇങ്ങനത്തെ ജോലിയൊന്നും ചെയ്യാത്തതാണ് നല്ലത്. കാരണം എവിടെയെങ്കിലും വീവോ അങ്ങനെ എന്തെങ്കിലും പരിക്ക് പറ്റുമോ ഒക്കെ ചെയ്താൽ വീട്ടിലൊരാൾ കാണാനുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും മക്കൾക്ക് സ്കൂളില്ലാത്ത ദിവസമേ തിരഞ്ഞെടുക്കുകയുള്ളൂ. അത്യാവശ്യം എനിക്കൊരു ബേജാറാണ്. കാരണം എന്തെങ്കിലും സംഭവിച്ചാൽ വീട്ടിൽ തനിച്ചാവുമ്പോൾ അപ്പോൾ വീട്ടിൽ ക്ലീനാക്കാൻ നമ്മൾ ഇറങ്ങുന്ന ദിവസം ആരെങ്കിലും വേണം, ഹെൽപ്പിന് ആരില്ലെങ്കിൽ വീട്ടിനുള്ളിൽ ഒരാൾ ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ മൊത്തത്തിൽ ടൈലൊക്കെ തുടച്ച് കഴിഞ്ഞു. വോള് തുടച്ചു, കിച്ചൻ്റെ ഡോറ് തുടച്ചു, പിന്നെ കബോർഡിൻ്റെ ഡോറ് തുടച്ചു, ഒക്കെ തുടക്കൽ കഴിഞ്ഞു. കിച്ചൻ്റെ നമ്മളെ വുഡൻ ഡോർ ഉണ്ടല്ലോ, ഇപ്പോൾ എൻ്റെ പിന്നിൽ കാണുന്ന ആ ഒരു ഡോർ, അതുമേൽ പോലും എണ്ണമായി ഇങ്ങനെ തിങ്ങി നിന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ തുടച്ച് വൃത്തിയാക്കി. ആ ഒരു വീഡിയോ ഒക്കെ സ്കിപ്പായി പോയിട്ടുണ്ട്. ഇനി പിന്നെ ലാസ്റ്റ്ലി ഫ്ലോർ തുടക്കുന്നുണ്ട്. അതും ഷാമ്പൂയിൽ തന്നെ കേട്ടോ വാഷ് ചെയ്യുന്നത്. ഈ ഒരു ഒറ്റ കിച്ചണാണ്. 2 കിച്ചനും ഒരു വർക്ക് ഏരിയ ഉണ്ട് എനിക്ക്. ഒരു ഷോ കിച്ചൺ, ഒരു വർക്കിംഗ് കിച്ചൺ, പിന്നെ ചെറിയൊരു വാഷിംഗ് മെഷീൻ വെക്കുന്ന ആ ഒരു സ്പേസ് ഉണ്ടല്ലോ അതും കൂടി ഉണ്ട്. അതൊന്നും ചെയ്തിട്ടില്ല. ഈ ഒരൊറ്റ സ്പേസ് മാത്രമാണ് ഇന്ന് ഞാൻ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുള്ളത്. കാരണം ഞാൻ പറഞ്ഞല്ലോ 4 മാസത്തിന് ശേഷം ക്ലീൻ ചെയ്യുന്നതോടെ നന്നായിട്ട് മെനക്കെട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ കാണുന്ന ഒരു 13 മിനിറ്റിൻ്റെ വീഡിയോയിലേക്ക് കാണുന്ന ആ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മൾ അത്രയും സ്പീഡ് കാണിക്കുന്നതുകൊണ്ടാണ്. അത്രയും എനിക്ക് തോന്നുന്നു ഒരു 6.5 മണിക്കൂറോളം ഞാനിത് വൃത്തിയാക്കിയിട്ടുണ്ടാവും. ടോട്ടൽ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ ഇറങ്ങിയിട്ട് ഒരു 6.5 മണിക്കൂർ എന്തായാലും എടുത്തിട്ടുണ്ട് മൊത്തത്തിൽ ക്ലീൻ ചെയ്തെടുക്കാൻ. ഈ ഒറ്റൊരു റൂം മാത്രം അത്രയും സ്പേസ് ഉണ്ട് കേട്ടോ. എൻ്റെ ഈ ഒരു വർക്കിംഗ് കിച്ചൺ തന്നെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്.
അന്നേരം ഞാൻ വിചാരിച്ചു നല്ലൊരു സ്പേസുള്ള സ്ഥലമല്ലേ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നല്ലതെന്നൊക്കെ ഉള്ളത്. പക്ഷേങ്കിൽ നല്ലതാണ്, പക്ഷേ ക്ലീൻ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുമാണ്. പിന്നെ ഇത് ഞാൻ പിറ്റേ ദിവസം കേട്ടോ ചെയ്യുന്നത്. അന്നത്തെ ദിവസം ഞാൻ ആകെ തളർന്നു പോയിന്, ആ ഒരു കാര്യം മാത്രമേ ചെയ്തെടുത്തിട്ടുള്ളൂ. പിറ്റേ ദിവസം ഞാൻ നമ്മുടെ പിന്നെ കിച്ചൻ്റെയും മൊത്തത്തിൽ വീടിൻ്റെ മൊത്തത്തിലുള്ള വിൻഡോസ് ഡോറ് തുടച്ചെടുക്കുന്നുണ്ട്. കാരണം അത് പുറത്തുനിന്ന് ചേറുമ കയറി നിന്നിട്ട് ചെയ്യണം. അപ്പം ഞാൻ വീണ്ടും എയറിലാണ്, നിങ്ങൾ കളിയാക്കാൻ നിൽക്കേണ്ട, ഞാൻ കയറി നിന്ന് കൊടുക്കുന്നിട്ട് ആരും പറയാൻ നിൽക്കേണ്ട. പിന്നെ അതേപോലെ തന്നെ മക്കളൊക്കെ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടാണുള്ളത്. ചെറുതായിട്ട് മഴയുണ്ട്, വീഡിയോയിൽ കാണുന്നില്ല എന്നേലും നന്നായിട്ട് മഴയുണ്ട്. ശക്തിയിലല്ല, ഒരു കുറേ സമയം ഞാൻ വെയിറ്റ് ആക്കി ഇത് നിൽക്കുമോ എന്ന് വിചാരിച്ചിട്ട്, പക്ഷേ നിൽക്കുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇറങ്ങി. കാരണം ഇന്നും ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ, പിന്നെ കുട്ടികളൊന്നും ഇല്ലെങ്കിൽ എനിക്കൊരു ഹെൽപ്പിന്, ഇതെന്തായാലും എനിക്കൊരു ഹെൽപ്പിന് ഒരാൾ വേണം, അല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ മക്കളുണ്ടാകുമ്പോൾ ചെയ്യലാണ് ഏറ്റവും ബെസ്റ്റ്. ഇവർക്കാണെങ്കിൽ ഇങ്ങനത്തെ ജോലിയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. ഞാനൊന്ന് വിളിച്ചാൽ മതി, കാരണം വെള്ളത്തിൽ നിന്ന് കളിക്കാമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നത്. കാരണം ഈ ഒരു ചാറ്റൽ മഴ കൂടുതലായിട്ടില്ല, പക്ഷേങ്കിൽ അത് നമുക്ക് ദേഹമൊക്കെ നന്നായിട്ട് നനയും. അതുകൊണ്ട് ഞാൻ പിന്നെ റെയിൻകോട്ട് ഇട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. കാരണം ഞാൻ ആ കിച്ചണ് ക്ലീൻ ചെയ്തിട്ടേ ഫുള്ളായിട്ട് എനിക്ക് വൃത്തി കിട്ടുന്നില്ല. കാരണം എന്താ വെച്ചാലേ, ഈ ഒരു വിൻഡോൻ്റെ ഡോർ അങ്ങനെ ഒരു ഡോട്ട് പോലെ ഇങ്ങനെ നിൽക്കും. കാരണം നമ്മളെ കണ്ടംപററി സ്റ്റൈലുള്ള ഹൗസിൻ്റെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നമ്മുടെ മഴവെള്ളമൊക്കെ വിൻഡോസിൽ നന്നായിട്ട് പിന്നെ വന്ന് വീഴും. അതുകൊണ്ട് തന്നെ അവിടെ പിന്നെ ഒരു ഡോട്ട് പോലെ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന പ്രശ്നമാണ്. വേനൽക്കാലത്ത് പൊടിയായിരിക്കും, മഴക്കാലത്ത് നമുക്ക് വിൻഡോസ് അങ്ങനെ നല്ല ക്ലിയറായിട്ട് ഡോറ് കാണാൻ പറ്റില്ല. നമുക്കിങ്ങനെ ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ ആ വിൻഡോസിൻ്റെ ഡോറിലൊന്നും ഇല്ലാണ്ട് ക്ലിയർലി കാണുമ്പോഴേ നമുക്ക് നന്നായിട്ടുണ്ടാവുക കിച്ചണിന്. പക്ഷേങ്കിൽ ഇത് അങ്ങനെ അല്ലാണ്ട് ഒരു പൂപ്പൽ പിടിച്ച പോലെ, ഒരു കുത്തൽ പോലെ ഇങ്ങനെ വന്നിട്ടുണ്ടാവും. അതൊന്നും വീഡിയോയിൽ ക്ലിയറായിട്ട് കിട്ടില്ല. അത് ഇപ്പോൾ ഓരോരുത്തർക്കും അവരവർ വീട്ടിലെ വിൻഡോസിൻ്റെ ആ ഒരു ഗ്ലാസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു കുത്തു പോലെ ഉണ്ടാവും. അത് തുടച്ചെടുത്താൽ ശരിക്കും നമ്മളെ ക്ലോത്തിലൊരു പൂപ്പൽ പോലെ വരുന്നുണ്ടാവും. അതിലൊരു ഫംഗസാണ്, ശരിക്കും പറഞ്ഞൊരു ഫംഗസാണ് അതൊക്കെ ക്ലീൻ ചെയ്താലാണ് നമുക്ക് ഹൈജീനിക്ക് അത്രയും നല്ലത്. അതൊക്കെ ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാം ഞാൻ ഷാമ്പൂ തന്നെ കേട്ടോ ഒക്കെ വാഷ് ചെയ്തെടുക്കുന്നത്. നല്ലോണം ക്ലോത്ത് ഷാമ്പൂവിൽ പിഴിഞ്ഞെടുത്തിട്ട് ജസ്റ്റ് ഒരു നനവുണ്ടാവും. അതുകൊണ്ട് തുടച്ചെടുത്താൽ നല്ല തിളക്കായിരിക്കും. പിന്നെ ഡ്രൈ ആയൊരു തുണി കൊണ്ട് വീണ്ടും നല്ല വെള്ളത്തിൽ, ഷാമ്പൂ അല്ലാത്ത വെള്ളത്തിൽ നല്ലപോലെ പിഴിഞ്ഞെടുത്ത് ഒന്ന് കൊടുത്തു കൊടുക്കും. ലാസ്റ്റ്ലി ഉണങ്ങിയ തുണി കൊണ്ട്, വുഡാണല്ലോ രണ്ട് സൈഡിലും, അതുകൊണ്ട് നനഞ്ഞാൽ പ്രശ്നമാണ്. അതുകൊണ്ട് പിന്നെ നമ്മൾ നല്ല ഉണങ്ങിയ ഒരു ക്ലോത്ത് വെച്ചിട്ട് തുടച്ചെടുക്കണം കേട്ടോ. കുറച്ച് മെനക്കെടുണ്ട്, 3 പ്രാവശ്യം തുടക്കേണ്ടി വരും. ഫസ്റ്റ് ഷാമ്പൂവിൽ, സെക്കൻഡ് നോർമൽ വാട്ടറിൽ, തേർഡ് ഡ്രൈ ആയൊരു തുണി കൊണ്ട്. അത്രയും തുടച്ചെടുത്താൽ ഓക്കെയാണ്. നല്ല ഭംഗിയുണ്ടാവും കുറച്ച് കഴിഞ്ഞാൽ കാണാൻ. ഇത് ഒരു ദിവസത്തെ മെനക്കേടാണ്. ഇന്നത്തെ ദിവസം ഈ ഒരു ജോലിയല്ലാണ്ട് വേറൊരു ജോലിയും ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റില്ല. അപ്പോൾ അത്യാവശ്യം രാവിലെ കുട്ടികൾക്ക് ഈസി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്തിട്ട് അവിടെ വെക്കും, എന്നിട്ട് നേരെ ഇറങ്ങും കേട്ടോ. എന്നാലേ നമുക്കിത് നടക്കുകയുള്ളൂ. ഇതിപ്പോൾ കണ്ടില്ല, അടിപൊളിയായിട്ട് നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നുണ്ടാവും. എന്നാലും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം നിങ്ങളെ വീട് ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കിയാട്ടെ. മാറ്റം നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും കേട്ടോ. പിന്നെ എപ്പോഴും ഇതേപോലെ ചെയ്യും.